നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് പച്ച കള്ളങ്ങൾ പോലീസും പ്രോസിക്യൂട്ടറും പറയുക. ഇത് സാധാരണക്കാരന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ പറയും മീഡിയക്കാരല്ലാതെ വേറെ ആരും ചോദ്യം ചെയ്യാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുമ്പോൾ രമാ മാഡം ആകട്ടെ, ജയേന്ദ്രൻ സാറാകട്ടെ, ഇവിടെ നിൽക്കുന്ന ഇവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ സമയവും ഊർജവും ധനവും ദിവസങ്ങളും എല്ലാം മാറ്റിവെച്ച് വർഷങ്ങളായി ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് ഇനിയും വരുന്ന നമ്മുടെ ഒരു തലമുറയ്ക്ക് ഗുണം കിട്ടണം. 2 വർഷത്തിലധികമായി ബുദ്ധിമുട്ടി എല്ലാ കോടതി വിധികളും പഠിച്ച് നിയമ സംവിധാനത്തിന്റെ സാങ്ക്ടിറ്റിയോടെ പവിത്രതയോടെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് സമർപ്പിക്കാൻ ഡോക്ടർ രമാ മാഡത്തിനൊക്കെ സമർപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ്. അത് ഭയങ്കര ഒരു ഹിസ്റ്റോറിക് അച്ചീവ്മെന്റ് ആണ്. ഏറ്റവും മുകൾ തട്ടിൽ മുതൽ ആ ചേഞ്ച് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ അടക്കമുള്ള പരിഗണനയിൽ ഇനിയും മീഡിയക്കാരും ഈ പുരുഷന്മാരുടെ ഐഡന്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുന്നത് വരെ റിവീൽ ചെയ്യാതിരിക്കാനുള്ള ഒരു മാന്യത, ഒരു മിനിമം ഒരു കമ്പാഷൻ, കരുണ, മാന്യത എന്ന് പറയുന്നില്ല, കരുണ കാട്ടണം. എന്റെ അടക്കമുള്ള കേസുകളിൽ ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരികയാണ്, മറ്റേ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ് ഈ പെൺകുട്ടിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞതിന് വേണ്ടിയിട്ട് അത് ഭയങ്കരമായ ആ പെൺകുട്ടിക്ക് മനോവേദന ഉണ്ടാക്കിയെന്ന് ഇതാണ് പറയുന്നത്. അപ്പൊ അഡ്വക്കേറ്റ് ദീപ അവർ സുപ്രീം കോടതി പോലീസ് സ്റ്റേഷനുകളിൽ എല്ലായിടത്തും CCTV ക്യാമറ കേരളത്തിലില്ല. ഞങ്ങളുടെ സംഘടന ഇത് DGPക്കും ഹോം മിനിസ്റ്റർക്കും CM-നും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ RTI ആപ്ലിക്കേഷൻ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് CCTV ക്യാമറ ഇല്ല എന്നാണ് മറുപടി കിട്ടി. ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് കയ്യിൽ വിലങ്ങ് ബാക്കിലിട്ട് കെട്ടി കുനിച്ചു നിർത്തി ഇടി കൊടുത്ത് നിന്നെ ഇവിടെ വെച്ച് കൊന്നാലും എൻക്വയറി നടത്തുന്ന ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് ആണ് വിൽ ബി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ് ഇടി കൊടുത്ത ഒരു കേസിലാണ് CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ ചോദിച്ചത്. മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഇപ്പോൾ ഉണ്ട്, പക്ഷെ ചില സ്ഥലത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ലീഗലായിട്ട് അറസ്റ്റ് ചെയ്ത് രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിൽ സന്ധ്യ കഴിഞ്ഞു. അവിടെ കൊണ്ടുപോകാൻ പോലീസിന് എന്ത് ബിസിനസ്? ഇദ്ദേഹത്തിനെ കൊണ്ടുപോകേണ്ടത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ CCTV ക്യാമറയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കൊണ്ടുപോകാനുള്ളൂ. ഹീസ് ആൻ അക്യൂസ്, ഹീസ് അണ്ടർ ദ കസ്റ്റഡി. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയെ സന്ധ്യ കഴിഞ്ഞിട്ട് പോലീസ് ട്രെയിനിങ് കോളേജ് പോലത്തെ ഒരു വിജനമായ ഭാഗ്യത്തിന് മാധ്യമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ അതിനകത്ത് അവർ ഒറ്റയ്ക്ക് കയറി ചെല്ലേണ്ടി വന്നു. അവരുടെ ഭർത്താവിനെ അവിടെ ഇല്ലീഗൽ ഡീറ്റൻഷനിൽ വെച്ചിരിക്കുക. എന്നിട്ട് വ്യാജമായി ഫോർജ് ചെയ്തുണ്ടാക്കിയ അറസ്റ്റ് ഡോക്യുമെന്റ്സ് അവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പുവെപ്പിച്ചു. ദീപ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ ആസ്റ്റ് സൈൻ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്തിനു സൈൻ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ പറയും സർ പ്രഷർ വാസ് ടു മച്ച്. ഇതാണ് എല്ലായിടത്തും ചെയ്യുന്നത്. അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാറില്ല, അറസ്റ്റ് മെമ്മോ തയ്യാറാക്കില്ല. ഇവിടെ ഇരിക്കുന്ന എന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ എന്റെ ആളുകൾ അവിടെ എത്തുമ്പോൾ അവരെ കൊണ്ടൊക്കെ ഒപ്പിടിക്കും. നേരത്തെ ഒരു കേസുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. വീട്ടിൽ നിന്ന് അർദ്ധരാത്രി ചെന്ന് വെളുപ്പിനെ 3 മണിക്ക് ചെന്ന് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചറിയിച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തിനെ പിടിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇവിടെ DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ചെമ്പരന്തി അണിലിനെ കൊണ്ട് ഡോക്യുമെന്റ്സ് ഒപ്പിടിച്ച CCTV വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട്. ഇത് സാധാ ഇപ്പൊ LLB പഠിച്ച എനിക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ ക്ലാരിറ്റി ഇല്ല. കാര്യം പ്രാക്ടീസോ സാധനമോ നിൽക്കുന്നതല്ല. അപ്പൊ അത്യാവശ്യ സമൂഹത്തിൽ അറിയപ്പെടുന്നതും മാധ്യമങ്ങളിൽ നിൽക്കുന്നതുമായ എനിക്കോ ഭാര്യയ്ക്കോ അടക്കം ഈ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി എന്നെ കമ്മീഷൻ ഓഫീസിലേക്കാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ്? കമ്മീഷൻ ഓഫീസർ ഫ്രണ്ട് മാധ്യമങ്ങളുണ്ട്, അവരെ കാണണ്ട, നമുക്ക് നേരെ പോലീസ് കോളേജിൽ. അപ്പൊ എനിക്കിതിൽ പഠിച്ചത് സാറിന്റെ അത്രയും നിയമപരിജ്ഞാനമില്ല. ഞാൻ അതിലെ പ്രായോഗിക ആംഗിൾ കാണുന്നത്, മാധ്യമങ്ങൾ ചോദ്യം ചെയ്താൽ പോലീസുകാർ പലപ്പോഴും ഈ കള്ളത്തരം ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങും. മീഡിയക്കാര് നെഗറ്റീവ്ലി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടാൽ പോലീസുകാർ പലതിൽ നിന്ന് പിൻവാങ്ങും. പലപ്പോഴും മീഡിയക്കാർ കൈയടിക്കുന്നതും പോലീസുകാർ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടിട്ടാണ് അവർ ഈ കാര്യങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നത്. പോലീസുകാർക്ക് മേളിൽ നിന്ന് ഡയറക്ഷൻ കിട്ടുന്നതായിരിക്കും, സംശയമൊന്നുമില്ല. പോലീസുകാർക്ക് മേളിൽ നിന്ന് ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്ത് ഇലക്ഷന്റെ സമയത്താണ് അത്തരം ഡയറക്ഷൻസ് കിട്ടിക്കാണും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് എങ്കിലും വേണമെങ്കിൽ ഇത് വളരെ ആവശ്യമാണ്. പൊതുജനങ്ങളും മാധ്യമങ്ങളും ഇതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട്, പ്രതിരോധമായിട്ട്, പുഷ് ബാക്ക് ആയിട്ട് നിലനിന്നില്ലെങ്കിൽ പോലീസുകാർ വീണ്ടും അവരുടെ കാര്യം, ഇനി ഞാൻ പോലീസായിട്ട് എന്നാലും അത് ചെയ്യരുതെന്നുള്ളതാണ്. മേളിൽ നിന്ന് ഉത്തരവ് വിളിച്ചു പറയുമ്പോ ഇങ്ങനെ ചെയ്യും. ശ്രീ ദിലീപിന്റെ കേസിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വ്യാജ റിപ്പോർട്ട് ഒന്നില്ലെന്നൊക്കെ പച്ചക്കള്ളം പറയുക. പോലീസുകാർക്ക് പോലും ദേഷ്യം വന്നു. എന്റെ കൂടെ നിൽക്കുന്ന പോലീസുകാർക്ക് അവർ രാവിലെ റിപ്പോർട്ട് കൊണ്ടു കൊടുക്കുന്നത് എന്നെ ഇവിടെ വിടുന്നതിന് മുമ്പ് റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുക. എന്നാ 4 ദിവസം കൂടെ കിടക്കട്ടെ, അതായത് വേറത്തെ 2-3 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കോടതി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാലേ കോടതിയിൽ എങ്ങനെ കള്ളം പറയും പോലീസുകാരും പ്രോസിക്യൂട്ടറും എന്ന് അറിയാനുള്ള പക്വത ഉണ്ടായില്ല. അതാണ് സത്യം. എനിക്ക് അത്രയും അറിയാനുള്ള പക്വതയും വിവരവും അനുഭവജ്ഞാനം ഉണ്ടായില്ല. അപ്പൊ എനിക്കിത് കാണുമ്പോൾ അത്ഭുതമാണ്.
കോടതിയിൽ നമ്മൾ അങ്ങനെ കള്ളം പറയുമോ? സത്യം രണ്ടു ഭാഗവും പറഞ്ഞിട്ട് ആ സത്യത്തിനെ ബേസ് ചെയ്തൊരു വാദം ഉന്നയിക്കും. ഇതാണ് ഞാൻ ധരിച്ചിരുന്നത്. ഒരു മടിയും മയവും നാണവും ഇല്ലാതെ പ്രോസിക്യൂട്ടറും പോലീസുകാർക്കും കോടതി കള്ളം പറയുന്നത് മീഡിയക്കാർ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് നിരപരാധികൾ ഇതേപോലെ പെട്ടുപോകും. അപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് പ്രധാനമന്ത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിന്യായമുണ്ട്, അത് ശ്രദ്ധിക്കണം. വരുമ്പോഴെങ്കിലും ഈ എല്ലാരെയും അതും ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എല്ലാരെയും അതിജീവിത എന്ന് വിളിക്കരുതേ. നാളെ ശരിക്കുമുള്ള അതിജീവിതങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. എല്ലാരെയും, അതായത് ഈ കൊടുക്കുന്ന എല്ലാരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചാൽ ശരിക്കുമുള്ള അതിജീവിതങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ? നാളെ ആ പദത്തിനൊരു സാങ്ക്ടിറ്റി, പവിത്രതയുണ്ട്. കാര്യം നെഗറ്റീവ് എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടായി അതിനെ മറികടന്ന വ്യക്തിയാണല്ലോ അതിജീവിത എന്ന് വിളിക്കുന്നത്. മാങ്കൂട്ടത്തലിന്റെ കേസിൽ ഒന്നാമത്തെ പരാതിക്കാരി, മൂന്നാമത്തെ പരാതിക്കാരി രണ്ടുപേരും വിവാഹിതരാണ്. ഇന്നലത്തെ സുപ്രീം കോടതി വിധിന്യായം അതിലടക്കം കാര്യമായി ബാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലെ ആദ്യ പരാതിക്കാരിയും മൂന്നാമത്തെ പരാതിക്കാരിയും വിവാഹിതരാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് പോലും നിലനിൽക്കില്ല. അതെ, അതിജീവിത ആരാണ്? അല്ലല്ല, ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞല്ല. അതിജീവിത യഥാർത്ഥ അങ്ങനെയല്ല സാർ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ എന്റെ റിക്വസ്റ്റ് എന്താ അറിയോ? യഥാർത്ഥ അതിജീവിതകളെ വിളിക്കണം. ഇന്നത്തെ സുപ്രീം കോടതി വിധി അതാണ്. യഥാർത്ഥ പരാതിക്കാർ, അതായത് യഥാർത്ഥ പരാതിക്കാർക്ക് കൂടി ഇത് ദോഷം ചെയ്യുന്നു എന്ന് ഇന്നലെ ജസ്റ്റിസ് നാഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ അടക്കമുള്ളവരുടെ ബെഞ്ച് സൂചിപ്പിക്കുന്നതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നാളെ ഏത് പരാതിക്കാരി വന്നാലും ഒരേ സംശയത്തിന്റെ ദൃഷ്ടി നോക്കും. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയി ചോദിക്കാം, നാളെ രാഹുൽ ഈശ്വറിനെതിരെ എന്ന് പറയാം, രാഹുൽ ഈശ്വറിനെതിരെ നാലാമത്തെ പരാതി ഒന്നും ഇരിക്കട്ടെ, ഇതേപോലെ വിവാഹ വാഗ്ദാനം ചിലപ്പോൾ അത് ശരിയായിരിക്കാതിരിക്കട്ടെ, എനിക്കെതിരെ ഒരു പരാതി ശരിയാതിരിക്കട്ടെ,